വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നീ ഇതുപോലെയുള്ള കള്ളക്കഥകൾ ഇനിയും മെനയും, എന്തായാലും എൻ്റെ മകളെ നിന്നിൽ നിന്നും എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു എന്ന് പറഞ്ഞ് സത്യഭാമ വസുമതിയെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അന്നേരം എന്തായാലും അവസാന വിധി ആയിട്ടില്ല, ഞാൻ എന്തായാലും യഥാർത്ഥ കുറ്റവാളിയെ കൊണ്ടുവരും. എന്നിട്ട് പ്രീതിയെ പിടിച്ചിട്ട് വസുമതി പറയുന്നുണ്ട്, നിന്റെ മകളുടെ കാര്യം കട്ടപ്പുക തന്നെയാണ്, എൻ്റെ മകൻ എന്തായാലും നിന്റെ മകളെ വേണ്ട, നിന്റെ മകൾക്ക് നിന്റെ അവളുടെ അമ്മയാണല്ലോ പ്രധാനം, അതുപോലെ തന്നെ എൻ്റെ മകനും അവൻ്റെ അമ്മ തന്നെയാണ് പ്രധാനം, ഇനി ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്ന് വസുമതി പറയുകയാണ്. അന്നേരം അതിനെ തടുക്കാനും എതിർത്ത് പറയാനും ഒക്കെ അർജുൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അർജുൻ ശബ്ദം വെളി വരുന്നില്ല. തുടർന്ന് വാ നമുക്ക് പോകാം വാടാന്നും പറഞ്ഞിട്ട് വസുമതി അങ്ങ് കാറിനടുത്തേക്ക് പോവുകയാണ്. അന്നേരം അർജുനേട്ടാന്നും പറഞ്ഞ് പ്രീതി ഓടിച്ചെന്ന് അർജുൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ അന്നേരം സത്യഭാമ ആ കൈ അങ്ങ് ബലമായിട്ട് വിടിയിക്കുകയാണ്. അന്നേരം കാറിനടുത്ത് നിൽക്കുന്ന വസുമതി അർജുൻ ആരെയാണ് നോക്കുന്നത്, വരുന്നുണ്ടോ എന്ന് പറയുകയാണ്. തുടർന്ന് ആകെ സങ്കടത്തോടു കൂടി പ്രീതിയെ ഒന്ന് നോക്കിയിട്ട് ആ ചാരുകസേലയിൽ ഇരുന്ന വസുമതിയുടെ ഫോണും എടുത്തിട്ട് അർജുൻ അങ്ങ് കാറിനടുത്തേക്ക് പോവുകയാണ്. അന്നേരം ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് പ്രീതി. തുടർന്ന് കാറിനടുത്ത് ചെന്നിട്ടും അർജുൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അന്നേരം എന്നോട് വണ്ടി കയറാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അർജുൻ വണ്ടിയിലേക്ക് കയറുകയാണ്. തുടർന്ന് കാറെടുത്ത് വസുമതി അവിടെ നിന്നും പോകുന്നുണ്ട്. അവരവിടെ നിന്നും വണ്ടി എടുത്ത് പോയതിന് ശേഷമാണ് പ്രീതിയുടെ കൈ സത്യഭാമ വിടുന്നത്. അതിനുശേഷവും ഒക്കെ ദയനീയമായിട്ട് പ്രീതി ഭാമയെ നോക്കുന്നുണ്ട്. പക്ഷേ ഭാമയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം വരുന്നുണ്ടെങ്കിലും ഭാമ അത് പുറത്ത് കാണിക്കുന്നില്ല. തുടർന്ന് വസുമതി അങ്ങ് അകത്തേക്ക് പോയി സെറ്റിയിൽ അങ്ങ് ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ നിന്നങ്ങ് ഈ തറയിലിരുന്ന് പൊട്ടി കരയുകയാണ് പ്രീതി. ഇതൊക്കെ കണ്ട് പൊന്നിയും സുസ്മിതയും രമണം പിള്ളയും ഒക്കെ അവിടെ തന്നെയുണ്ട്. ഇതേ സമയമാണ് അകത്തു നിന്നും മയക്കത്തിലായിരുന്ന രാഘവൻ നായർ ഉണർന്ന വീൽ ചെയറിൽ വരുന്നത്. എന്താ ഭാമേ, അവിടെ എന്താ ഒരു ബഹളം, ആരാ വന്നിട്ട് പോയത്, ആരാ കരയുന്നത് എന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടു കൂടി സത്യഭാമ പറയുകയാണ്, പ്രീതിയുടെ ഭർത്താവില്ലേ അർജുൻ ശങ്കർ, അവൻ മരിച്ചു എന്ന് വസുമതി പറഞ്ഞിട്ട് പോയി, അതിൻ്റെ ബഹളമാണ് കേൾക്കുന്നതെന്ന്. അന്നേരം ഭാമ എന്തായി പരസ്പരം ബന്ധമില്ലാതെ പറയുന്നത് എന്നറിയാനായിട്ട് വീൽചെയർ സ്വയം തള്ളിക്കൊണ്ട് രാഘവൻ നായർ പ്രീതിയുടെ അടുത്തേക്ക് എത്തുകയാണ്. തുടർന്ന് എന്താ മോളെ എന്നും പറഞ്ഞ് കരയുന്ന പ്രീതിയോട് വിവരം അന്വേഷിക്കുകയാണ് രാഘവൻ നായർ. പക്ഷേ രാഘവൻ നായരുടെ മടിയിലേക്ക് തലവെച്ച് വീണ്ടും അങ്ങ് പ്രീതി കരയുന്നുണ്ട്. തുടർന്ന് കാര്യമൊന്നും അറിയാതെ എന്താ 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 സംഭവം എന്നും പറഞ്ഞ് സുസ്മിതയോടും പൊന്നിയോടും രമണം പിള്ളയോടും ഒക്കെ രാഘവൻ നായർ കാര്യം തിരക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും തല കുനിച്ചങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാജീവിനെ വീൽ ചെയറിലും ഇങ്ങനെ തള്ളിക്കൊണ്ട് പൂന്തോട്ടമൊക്കെ ചുറ്റി കാണിക്കുകയാണ് ശാരിക. അന്നേരം ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ നമ്മുടെ പൂന്തോട്ടത്തിന് എന്നൊക്കെ രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിന് സാറിന് എവിടെയൊക്കെയാ ഇതൊക്കെ കാണാനും സമയമൊന്നുമില്ലായിരുന്നല്ലോ, എല്ലാത്തിനും ഓരോരോ ഭംഗിയും ശീലങ്ങളും ഒക്കെയുണ്ട്, അതേ കൊഴിഞ്ഞു വീണ പൂക്കൾ കണ്ടില്ലേ, അതൊക്കെ പൂച്ചെടിയുടെ കണ്ണീരാണ് എന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. അന്നേരം ഏത് പൂച്ചെടിയുടെ കാര്യമാണ് പറയുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പൂച്ചെടിയുടെ അടുക്കാനായിട്ട് അമ്മയും അമ്മാവനും സമ്മതിച്ചിട്ട് വേണ്ടേ, അല്ല രണ്ടാളെയും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അമ്മാവൻ ബാങ്കിലേക്ക് പോയി, അമ്മ അമ്പലത്തിലേക്കും പോയി, കാണണമെങ്കിൽ വിളിപ്പിക്കാം എന്ന് ശാരിയെ കളിയാക്കി പറയുന്നുണ്ട്. അന്നേരം അയ്യോ വേണ്ടായേ എന്നും പറഞ്ഞ് തൊഴുകയാണ് രാജീവ്. തുടർന്ന് രാജീവ് പറയുന്നുണ്ട്, എനിക്ക് ചെറുതായിരിക്കുമ്പോൾ ഡ്രൈവർ ആകണമെന്നായിരുന്നു ആഗ്രഹം, ഒരു സൂപ്പർമാൻ്റെ പവറൊക്കെ അല്ലേ, പിന്നെ തനിക്ക് എന്താകണമായിരുന്നു ആഗ്രഹം എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് ശാരിക ആദ്യം പറയുന്നുണ്ട്. പക്ഷെ ഒന്നുകൂടി രാജീവ് പ്രസ് ചെയ്ത് ചോദിക്കുമ്പോൾ എനിക്കൊരു ടീച്ചറായാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹം നടന്നല്ലോ എന്ന് രാജീവ് പറയുകയാണ്. അന്നേരം അതെങ്ങനെ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം തൻ്റെ ആഗ്രഹം എന്നിലൂടെയും എൻ്റെ ആഗ്രഹം തന്നിലൂടെയും നടന്നില്ലേ. അന്നേരം ശാരിക ചോദിക്കുകയാണ്, അപ്പോൾ സാറ് ടീച്ചറായി പക്ഷെ ഞാൻ ഡ്രൈവർ ആയില്ലല്ലോ എന്ന്. അന്നേരം താൻ എന്നെ ഇപ്പോൾ തള്ളിക്കൊണ്ട് നടക്കുന്നില്ലേ, അതൊരു ഡ്രൈവർ പണി തന്നെയാണെന്ന്. അന്നേരം സാറിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. ഈ സമയത്താണ് സഹദേവൻ അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അന്നേരം സഹദേവനെ കണ്ട് തെല്ലൊന്ന് പരിഭ്രമിക്കുന്നുണ്ട് ശാരിക. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സഹദേവൻ ചോദിക്കുന്നുണ്ട്, സാറിന് എന്നെ മനസ്സിലായില്ലേ എന്ന്. അന്നേരം മനസ്സിലാകാത്ത പോലെ എവിടെയോ കണ്ട ഒരു ഓർമ്മ എന്ന് കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് രാജീവ് പറയുന്നുണ്ട്. അന്നേരം സാറ് വെട്ടേറ്റ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഇൻറ്റിമേഷൻ എടുക്കാൻ വന്ന ആളാണ് ഞാൻ, സി സഹദേവൻ എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പെങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഓർമ്മ കാണും, സി സഹദേവൻ എന്നൊന്നുകൂടി പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, സാറിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, അന്ന് മരുന്നിൻ്റെ സഡേഷനിലും ഒക്കെ ആയിരുന്നില്ലേ, വെട്ടിയത് ആരാണ്, അവരുടെ മുഖം ഒക്കെ ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അതേ സ്റ്റാൻഡിൽ തന്നെയാണ് ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നത്, എനിക്ക് അന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്, അന്നത്തെ നിലപാട് തന്നെയാണ് എൻ്റേത് എന്ന് രാജീവ് അങ്ങ് തറപ്പിച്ച് പറയുകയാണ് സിയോട്.
തുടർന്ന് താൻ വന്ന കാര്യം നടക്കില്ല എന്ന് മനസ്സിലാകുന്ന സഹദേവൻ ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ആ ദേഷ്യം ഉള്ളിൽ ഒതുക്കി ശാരിക ഒഴിവാക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ വരുന്നവർക്ക് ചായയും വെള്ളവും ഒന്നും ഇല്ലേ എന്ന്. അന്നേരം ഞാനിപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ശാരിക അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്തിട്ട് അത് ചുണ്ടിലേക്ക് വെച്ചിട്ട് മേ ഐ എന്ന ഒരു അനുവാദം പോലെ രാജീവിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം നോ എന്ന് രാജീവ് തറപ്പിച്ച് പറയുമ്പോൾ അത് തറയിലിട്ട് ഷൂസ് കൊണ്ട് ചവിട്ടി അരച്ചങ്ങ് എടുത്ത് ദൂരേക്ക് തെറിപ്പിക്കുകയാണ് CI. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്, സാർ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ സമയം മെനക്കെടുത്തുക ചെയ്യാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നെങ്കിൽ പിന്നെ കാര്യം നേരെ വഴിക്ക് തന്നെ കടക്കാം എന്ന് പറഞ്ഞ് സ്വരം മാറ്റി CI സംസാരിക്കുന്നുണ്ട്. സാറിനെ വെട്ടിയത് ആരാണെന്ന് സാറിന് നന്നായിട്ടറിയാം, അത് എനിക്കറിയാമെന്നും സാറിനറിയാം. പക്ഷേ അതിന് പിന്നിൽ ഒരു വൻ മയക്കുമരുന്ന് മാഫിയാണെന്നും നമുക്ക് 2 പേർക്കും അറിയാം. പക്ഷേ സാർ അതിനെതിരെ ഒരു കണ്ണടച്ചപ്പോൾ ഞാനങ്ങ് 2 കണ്ണും അടച്ചു, അത്രയേ ഉള്ളൂ, കാര്യം സിമ്പിളായി എന്ന് സഹദേവൻ പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ ആ പ്രശ്നം തീർന്നില്ലേ, ഇനിയിപ്പോൾ പുതിയ പ്രശ്നം എന്താണെന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോഴത്തെ പ്രശ്നം സാറിൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവാണ് വിഷ്ണു. നമ്മൾ ആ കേസ് വിട്ട് കളഞ്ഞതല്ലേ, പക്ഷേ ആ മനുവിനെ പൊക്കിയെടുത്ത് അവൻ വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സാറിൻ്റെ സ്റ്റുഡൻ്റാണ്, മനുവിനെ അറിയില്ലേ എന്ന് CI ചോദിക്കുന്നുണ്ട്. അന്നേരം അത്ര പരിചയം പോരാന്ന് രാജീവ് പറയുകയാണ്. അന്നേരം സാർ ഇങ്ങനെ ഒന്നിനും പിടിതരാതിരുന്നാൽ എങ്ങനെയാണ്? സാറിനെ വെട്ടിയവരുടെ കൂട്ടത്തിൽ മനു ഉണ്ടായിരുന്നു എന്ന് സാറിനറിയാം, അപ്പോൾ അവനെതിരെ സാറ് മൊഴി പറയണം എന്ന് പറയുകയാണ്. അന്നേരം അത് എങ്ങനെയാടോ, അവനൊരു വിദ്യാർത്ഥിയല്ലേ, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ, രക്ഷപ്പെട്ടോട്ടെ എന്ന് രാജീവ് പറയുകയാണ്. അന്നേരം അത് തന്നെയാണ് പ്രശ്നം. പക്ഷേ സാറ് അവനെതിരെ മൊഴി നൽകിയില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണു അവനെ മയക്കുമരുന്ന് കേസിൽ എന്തായാലും പെടുത്തും. അപ്പോൾ അവന് ഊരാനായിട്ടും പറ്റില്ല. പക്ഷേ അവൻ എന്തായാലും ശ്യാമയുടെ പേരും പറയും എന്ന് CI പറയുകയാണ്. അന്നേരം ശ്യാമയുടെ പേരെന്ന് കേൾക്കുമ്പോൾ രാജീവ് ഒന്ന് നോക്കുന്നുണ്ട്. അന്നേരം പക്ഷേ ധൈര്യം സംഭരിച്ച് രാജീവ് പറയുന്നുണ്ട്, അപ്പോൾ ശ്യാമയെ ഇതിലേക്ക് വലിച്ചിഴക്കാതിരിക്കാൻ വേണ്ടി എന്നെ ഭീഷണിപ്പെടുത്തി മനുവിനെ ഇതിൽ നിന്നും ഊരണം, അതിനല്ലേ താനിപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ തലമുറയൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നശിക്കുന്നതിലൊന്നും തനിക്ക് വലിയ ആശങ്ക ഇല്ലല്ലോ, താൻ എവിടുത്തെ പോലീസുകാരനാടോ എന്നൊക്കെ നിയമം സംരക്ഷിക്കേണ്ടവനല്ലേ എന്നൊക്കെ രാജീവ് CIയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം സഹദേവൻ പറയുന്നുണ്ട്, അതൊക്കെ വിട് സാറേ, സാറ് കോളേജ് ലെക്ചറുടെ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് എന്നെ പോലെ ഞാനും യൂണിഫോം അഴിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മൾ കൂട്ടിയാൽ കൂടുന്ന ടീമല്ല അതെന്ന് പറയുകയാണ്. അന്നേരം താൻ എന്തുവാടെ പറയുന്നത്, ഞാൻ എന്തായാലും എൻ്റെ നിലപാട് മാറ്റില്ല എന്ന് രാജീവ് തറപ്പിച്ചു പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ കണ്ടിട്ടാണോ സാറിൻ്റെ നെകളിപ്പ് എന്ന് ചോദിക്കുമ്പോൾ ധൈര്യസമേതം രാജീവ് പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ ഒരു വിഷ്ണുവും കൂടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. രാജീവിൻ്റെ അതിൻ്റെ നിശ്ചയത്തിൽ തെല്ലൊന്നും പരിഭ്രമിക്കുന്നുണ്ട് CI സഹദേവൻ. തുടർന്ന് ശാരിക ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ സഹദേവൻ അത് വാങ്ങിച്ചിട്ട് അതങ്ങ് ഒരു ഈച്ച ഇതിനകത്ത് കിടക്കുന്നു എന്നും പറഞ്ഞ് അതങ്ങ് ദൂരേക്ക് കളയുകയാണ്. അന്നേരം ഇതിൽ ഈച്ചയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ശാരിക പറയുന്നുണ്ട്. തുടർന്ന് രാജീവിൻ്റെ അടുത്തേക്ക് ചെന്ന് സഹദേവൻ പറയുകയാണ്, പെങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതിൽ ഈച്ചയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈച്ച കിടന്ന ചായയാണെന്ന് പറഞ്ഞാൽ അതാരും കുടിക്കത്തുമില്ല. അതുപോലെ തന്നെയാണ് കൊച്ചു പെൺകുട്ടികളുടെ ജീവിതവും. ശ്യാമ കൊച്ചു പെൺകുട്ടിയാണ്, ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ അതിനെ ഏതെങ്കിലും ഒരു കേസിൽ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. സാർ ഒന്നുകൂടി ആലോചിക്കുക എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയെന്നല്ല വേറെ ഏത് കൊച്ചു പെൺകുട്ടികളുടെയും അടുത്തേക്ക് വരുന്ന ഈച്ചകളെ മൊത്തത്തിൽ അങ്ങ് കൊന്നടുക്കിയാലോ എന്നുള്ള ആലോചനയാണ് ഞാൻ. സാറ് ചെന്നാട്ടെ എന്ന മുഖത്ത് നോക്കി തന്നെ രാജീവ് സഹദേവനോട് പറയുന്നുണ്ട്. തുടർന്ന് ശാരികയെ ഒന്ന് നോക്കിയിട്ട് പോട്ടെ പെങ്ങളെ എന്നും പറഞ്ഞ് സഹദേവൻ തിരിയുമ്പോഴാണ് അമ്മാവൻ പച്ചക്കറിയുമായിട്ട് തിരിച്ചു വരുന്നത്. അന്നേരം സഹദേവനെ കണ്ട് തെല്ലൊന്ന് പേടിച്ച് പുറകോട്ട് മാറുന്നുണ്ട് കൃഷ്ണൻകുട്ടി അമ്മാവൻ. എന്നാൽ ഇങ്ങോട്ട് മാറി നിൽക്കടോ എന്നും പറയുമ്പോൾ പേടിച്ച് സഹദേവൻ്റെ അടുത്തേക്ക് വരികയാണ്. അന്നേരം എന്താടോ കയ്യിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പച്ചക്കറിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അത് കഞ്ചാവല്ലേ എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം തുടർന്ന് ആ സഞ്ചി പിടിച്ച് വാങ്ങിച്ചിട്ട് അതൊക്കെ തറയിലേക്ക് ഇടുകയാണ് സഹദേവൻ. അന്നേരം അതിൽ കഞ്ചാവൊന്നുമല്ല, ചീരയും മുരിങ്ങക്കയും വെണ്ടയ്ക്കയും ഒക്കെയാണ് എന്ന് പറയുകയാണ്. തുടർന്ന് ഈ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് രാജീവിനെ അങ്ങ് ചിരി വരുന്നുണ്ട്. രാജീവ് പറയാണ്, കൊണ്ടുപോയിക്കോ സാറേ, ഈ അടുത്ത കാലത്തേക്കൊന്നും പുറത്ത് വിടാതിരുന്നാൽ മതി, നമ്മൾ സമാധാനമായിട്ടൊന്ന് ജീവിച്ചോട്ടെ, പിന്നെ സാറിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ല, വലിയ ഔഷധ ഗുണമൊന്നും ആളിനില്ല എന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് രാജീവിനെ നോക്കി കടിച്ചു പിടിക്കുകയാണ് അമ്മാവൻ. അന്നേരം ഈ എല്ലാവരുടെയും സംസാരമൊക്കെ കേട്ടിട്ട് സഹദേവൻ പറയുന്നുണ്ട്, പറക്കൊണ്ട് പോടോ തൻ്റെ ചീരയും വെണ്ടയ്ക്കയും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് തട്ടി തെറിപ്പിച്ചിട്ട് സഹദേവൻ വണ്ടി കയറിയും പോകുന്നുണ്ട്.
തുടർന്ന് സങ്കടത്തോടെ സാർ എന്നാലും നമ്മുടെ ശ്യാമ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം താരൊന്ന് സമാധാനമായിട്ടിരിക്കടോ, തോറ്റുപോകും എന്നറിയുന്ന പോലീസുകാരൻ്റെ അവസാനത്തെ ആയുധമാണ് ഈ ഭീഷണി, ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാജീവ് ശാരികയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തുടർന്ന് വണ്ടി ഓടിച്ചു പോകുന്ന സഹദേവനെയും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചിന്തിച്ച് ശാരദാമ്മയുടെ വീട്ടിൽ നടക്കുന്ന ശ്യാമയെയും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്